പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നാൽ ഹാവിങ് വരുന്ന സെന്റൻസുകൾ എങ്ങനെ ഉത്തരമായിട്ട് എഴുതാം. അപ്പൊ നോക്കിയേ, അപ്പൊ ഹാവിങ് വരുന്നതിനെയാണ് അല്ലെങ്കിൽ ഹാവിങ് രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഹാസ്, ഹാവ്, ഹാഡ് ഈ വരുന്ന ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെന്റൻസുകളില് ഹാസ്, ഹാവ്, ഹാഡിനെ മാറ്റി ഹാവിങ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും പെർഫെക്റ്റ് രൂപങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ കൺസ്ട്രക്ഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് ഹാവിങ് എന്ന് ചോദിച്ചാൽ ഹാസ്, ഹാവ്, ഹാഡിനെ മാറ്റിയിട്ട് ഹാവിങ് ആയിട്ട് സെന്റൻസ് അല്ലെങ്കിൽ ഹാവിങ്ങിൽ തുടങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹാവിങ് ആയിട്ട് മാറ്റുന്നതിനെയാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഹാവിങ്ങില് സെന്റൻസുകൾ എഴുതാം, ഹാവിങ് വരുന്ന സെന്റൻസുകളിൽ എങ്ങനെ ഉത്തരങ്ങൾ എഴുതാൻ കഴിയും, അതിനെ കുറിച്ചാണ് നോക്കുന്നത്. കുട്ടികളെ നോക്കിയേ, ഒരു സെന്റൻസ് തന്നിട്ട് സാധാരണ ചോദിക്കുന്നത് ഹാവിങ് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ്. രണ്ട് സെന്റൻസുകളെ എങ്ങനെ നമുക്ക് ഹാവിങ് വെച്ചിട്ട് ഫില്ലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. ഇവിടെ നോക്കിയ ഒരു സെന്റൻസ്, ഷീ ഹാഡ് കോൾഡ് ഹെർ ഫ്രണ്ട്സ് സോ ഷീ അറേഞ്ച്ഡ് ദ പാർട്ടി. ഷീ ഹാഡ് കോൾഡ് ഹെർ ഫ്രണ്ട്സ് സോ ഷീ അറേഞ്ച്ഡ് ദ പാർട്ടി. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് സബ്ജക്റ്റ് ഈക്വൽ ആണോ നോക്കാം. തന്നിരിക്കുന്ന രണ്ട് സെന്റൻസിലെയും സബ്ജക്റ്റുകൾ ഈക്വൽ ആണോ നോക്കാം. അപ്പൊ സബ്ജക്റ്റ് ഈക്വൽ ആയിട്ടുള്ള സെന്റൻസുകളിലെ ഹാവിങ് എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ സബ്ജക്റ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സെന്റൻസുകളിൽ എങ്ങനെ ഹാവിങ് ഉപയോഗിക്കാം. പൊതുവെ ഈ രണ്ട് ടൈപ്പാണ് നമുക്ക് ചോദിക്കുന്നത്. പിന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും ആണ് ഹാവിങ് വരുന്ന ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റ് ഈക്വൽ ആണെങ്കിൽ എങ്ങനെ ഹാവിങ് ഉപയോഗിക്കാം. ഇവിടെ നോക്കിയേ, ഷീ ഹാഡ് കോൾഡ് ഹെർ ഫ്രണ്ട്സ് കണ്ടല്ല, സബ്ജക്റ്റ് ഷീ ആണ്. രണ്ടാമത്തെ സെന്റൻസ് സോ ഷീ അറേഞ്ച്ഡ് ദ പാർട്ടി, അവിടെയും സബ്ജക്റ്റ് ഷീ ആണ്, സബ്ജക്റ്റ് ഈക്വൽ ആയിട്ടുള്ള സെന്റൻസ്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നിരിക്കുന്ന ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റിനെ റിമൂവ് ചെയ്യുക. ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റിനെ ഒഴിവാക്കി ഹാസ്, ഹാവ്, ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് എന്താക്കി കൊടുക്കുക, അതിന്റെ സ്ഥാനത്ത് ഹാവിങ് ആക്കുക. അപ്പൊ നോക്കിയേ, പറഞ്ഞ കാര്യം എന്താണ്, രണ്ട് സെന്റൻസിലെയും സബ്ജക്റ്റുകൾ ഈക്വൽ ആണെങ്കിൽ ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റിനെ മാറ്റിയിട്ട് ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി പകരം ഹാവിങ് ആക്കുക. ഹാസ്, ഹാവ്, ഹാഡിനെ മാറ്റിയിട്ട് എന്താക്കുക, ഹാവിങ് ആക്കുക. ഇനി രണ്ടാമത്തെ സെന്റൻസിന്റെ തുടക്കത്തില് സോ എന്നോ ഹെൻസ് എന്നോ അതുപോലെ ദെൻ എന്നോ ഏതൊക്കെ വാക്കുകള്, സോ, ഹെൻസ്, ദെന്ന് മുതലായ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം കൂടെ ചേർത്ത് എഴുതുക. 3 പോയിന്റ് ശ്രദ്ധിക്കുക. രണ്ട് സെന്റൻസിലെയും സബ്ജക്ട് ഈക്വൽ ആണെങ്കിൽ ആദ്യ സെന്റൻസിലെ സബ്ജക്ട് ഒഴിവാക്കുക, ഹാസ്, ഹാവ്, ഹാഡിന് പകരം എന്ത് ചേർത്ത് കൊടുക്കുക, ഹാവിങ് ആക്കുക. ബാക്കി ആ സെന്റൻസിലെ ഭാഗം മുഴുവനായിട്ട് എടുത്തെഴുതുക. രണ്ടാമത്തെ സെന്റൻസിന്റെ തുടക്കത്തില് സോ എന്ന വാക്കോ ഹെൻസ് എന്ന വാക്കോ അതുപോലെ ദെൻ എന്ന വാക്കോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗവും കൂടെ ചേർത്ത് എഴുതുക. അപ്പോഴേക്കും ഹാവിങ് വെച്ചിട്ട് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും നോക്ക്, ഈ സെന്റൻസിലെ ഷീ ഹാഡ് കോൾഡ് ഹെർ ഫ്രണ്ട്സ്, അവിടെ ഷീ ഒഴിവാക്കി. ഇനി നമുക്ക് ബാക്കി കിടക്കുന്ന ഭാഗം ഏതാണ്, ഹാഡ് കോൾഡ് ഹെർ ഫ്രണ്ട്സ്. ഹാഡിനെ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് എന്തായി കൊടുക്കുക, ഹാവിങ് ആക്കുക. കാരണം ഹാസ്, ഹാവ്, ഹാഡിന് പകരമാണ് നമുക്ക് എന്ത് എഴുതേണ്ടത്, ഹാവിങ് എഴുതേണ്ടത് ഇല്ലേ. അപ്പൊ നമ്മള് ഹാഡിനെ മാറ്റിയിട്ട് ഹാവിങ് ആക്കുക. ആദ്യ സെന്റൻസിന്റെ ഭാഗം മുഴുവനായിട്ട് അതുപോലെ എഴുതുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു, ഹാവിങ് കോൾഡ് ഹെർ ഫ്രണ്ട്സ്. രണ്ടാമത്തെ സെന്റൻസിൽ എന്തുണ്ടാന്ന് നോക്കാം, സോ എന്നോ ഹെൻസ് എന്നോ ദെൻ എന്നോ ഈ മുതലായ വാക്ക് ഏതെങ്കിലും ഉണ്ടാന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക. അപ്പൊ നമ്മള് സോ ഉണ്ട്, സോ ഒഴിവാക്കി. ബാക്കി ഭാഗം ഏതാണ്, ഷീ അറേഞ്ച്ഡ് ദ പാർട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു, ഹാവിങ് കോൾഡ് ഹെർ ഫ്രണ്ട്സ് ഷീ അറേഞ്ച്ഡ് ദ പാർട്ടി. ഹാവിങ് കോൾഡ് ഹെർ ഫ്രണ്ട്സ് ഷീ അറേഞ്ച്ഡ് ദ പാർട്ടി അവിടെ ഉത്തരമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം, they had saved lot of money. എല്ലാവരും എഴുതി നോക്കണം, നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് എഴുതി നോക്കണേ. they had saved a lot of money so they bought a car. നമ്മൾ എന്തെന്ന് പറഞ്ഞു, സബ്ജക്റ്റ് രണ്ടിലും they ആണ്, സബ്ജക്റ്റ് ഈക്വൽ ആണ്. ആദ്യത്തെ സെന്റൻസിലെ സബ്ജക്റ്റ് ഒഴിവാക്കിയിട്ട് ഹാസ്, ഹാവ്, ഹാഡിന് പകരം ഹാവിങ് ചേർക്കുക.
അപ്പൊ നോക്കിയേ, ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ദേ ഒഴിവാക്കി ഹാഡിന് പകരം ഹാവിങ് എഴുതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതുന്നു? ഹാവിങ് സേവ്ഡ് എ ലോട്ട് ഓഫ് മണി. ഇനി രണ്ടാമത്തെ സെന്റൻസിന്റെ തുടക്കത്തിൽ എന്ത് വന്നിട്ടുണ്ട്? സോ വന്നിട്ടുണ്ട്, ഒഴിവാക്കി ബാക്കി ഭാഗം അതുപോലെ എഴുതി. കോമ ദേ ബോട്ട് എ കാർ. ഇങ്ങനെ കിട്ടുന്നു ഹാവിങ് സേവ്ഡ് എ ലോട്ട് ഓഫ് മണി, ഹാവിങ് സേവ്ഡ് എ ലോട്ട് ഓഫ് മണി, കോമ ദേ ബോട്ട് എ കാർ. ക്ലിയർ ആണല്ലോ? വളരെ എളുപ്പമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെർ വർക്ക് സോ ഷീ ടേക്സ് റെസ്റ്റ്. പറഞ്ഞു നോക്കിയേ. നോക്കുക, ഷീ ആണ് രണ്ടിലെയും സബ്ജക്റ്റ്. ഷീ ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഷീ ഒഴിവാക്കുക, ഹാസിനെ മാറ്റിയിട്ട് പകരം ഹാവിങ് ആക്കുക, ബാക്കി ഭാഗം അതുപോലെ എഴുതുക. രണ്ടാമത്തെ സെന്റൻസിലെ സോ ഒഴിവാക്കി ബാക്കി ഭാഗം ചേർത്ത് എഴുതുക. നമുക്ക് എങ്ങനെ എഴുതുന്നു? ഷീ ഒഴിവാക്കിയിട്ട് ഹാവിങ് ഫിനിഷ്ഡ് ഹെർ വർക്ക് സോ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഷീ ടേക്സ് ദ റെസ്റ്റ്, ടേക്സ് റെസ്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതുന്നു? ഹാവിങ് ഫിനിഷ്ഡ് ദ വർക്ക്, ഹാവിങ് ഫിനിഷ്ഡ് ഹെർ വർക്ക്, ഷീ ടേക്സ് റെസ്റ്റ്. കണ്ടല്ലോ? അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് സെന്റൻസിലെയും സബ്ജക്റ്റുകൾ ഈക്വൽ ആണെങ്കിൽ ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റ് ഒഴിവാക്കി ഹാസ് ഹാവ് ഹാഡിന് പകരം ഹാവിങ് ചേർത്ത് ആദ്യ സെന്റൻസ് അതുപോലെ എടുത്തെഴുതുക, ബാക്കി ഭാഗം അതുപോലെ എഴുതുക. രണ്ടാമത്തെ സെന്റൻസിൽ സോ എന്നോ ഹെൻസ് എന്നോ ദെൻ എന്നോ മുതലായ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി ബാക്കി ഭാഗം ചേർത്തെഴുതുക. ഓക്കെ. രണ്ടാമത്തെ ടൈപ്പ് നോക്കിയേ, സബ്ജക്റ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ്. രണ്ട് സെന്റൻസിലും സബ്ജക്റ്റ് ഡിഫറെന്റ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഹാവിങ് ചേർത്ത് എഴുതാം? നോക്കിയേ സെന്റൻസ്, എ സ്റ്റോം ഹാഡ് ബ്രോക്കൺ ഔട്ട് സോ ദേ റാൻ ഫോർ ഷെൽട്ടർ. കണ്ടല്ലോ? എ സ്റ്റോം ആണ് ആദ്യ സബ്ജക്റ്റ്, രണ്ടാമത്തെ സെന്റൻസിലെ സബ്ജക്റ്റ് ദേ ആണ്, ഡിഫറെന്റ് സബ്ജക്റ്റ്. നോക്കിയേ, സെയിം കാര്യം തന്നെ. നമ്മൾ ചെറിയൊരു ശ്രദ്ധ, നമ്മൾ രണ്ട് സെന്റൻസിനെ സബ്ജക്റ്റ് ഈക്വൽ ആണെങ്കിൽ ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റ് ഒഴിവാക്കാൻ പറഞ്ഞു. ഇവിടെ ഡിഫറെന്റ് ഇല്ലേ? ഇപ്പൊ സബ്ജക്റ്റ് ഒഴിവാക്കാൻ പറ്റൂല, രണ്ട് സബ്ജക്റ്റും ഡിഫറെന്റ് ആണ്. അപ്പൊ ആദ്യ സബ്ജക്റ്റ് അതുപോലെ എഴുതണം, മാറ്റമില്ല. ആദ്യ സബ്ജക്റ്റ് അതുപോലെ എടുത്തെഴുതുക. ഹാസ് ഹാവ് ഹാഡിന് പകരം എന്ത് ചേർത്ത് കൊടുക്കുക? ഹാവിങ് ചേർക്കുക. ഹാസ് ഹാവ് ഹാഡിന് പകരം ഹാവിങ് ചേർക്കുക. നേരത്തെ നമ്മൾ ആദ്യ സബ്ജക്റ്റ് ഒഴിവാക്കാൻ പറഞ്ഞു, ഇവിടെ സബ്ജക്റ്റ് ഒഴിവാക്കണ്ട. ഹാസ് ഹാവ് ഹാഡിന് പകരം എന്ത് ചേർത്ത് കൊടുക്കുക? ഹാവിങ് എടുത്തെഴുതുക. ഇനി രണ്ടാമത്തെ സെന്റൻസിലെ സോ ദെൻ ഹെൻസ് മുതലായ വാക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം ചേർത്തെഴുതുക. അപ്പൊ ഇവിടെ വ്യത്യാസം, രണ്ട് സെന്റൻസിലെ സബ്ജക്റ്റ് വ്യത്യാസം ആയതുകൊണ്ട് സബ്ജക്റ്റ് ഒഴിവാക്കേണ്ട കാര്യമില്ല. ഹാസ് ഹാവ് ഹാഡിന് പകരം ഹാവിങ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? സെന്റൻസ് അതുപോലെ എടുത്തെഴുതുക. രണ്ടാമത്തെ സെന്റൻസിൽ സോ ദെൻ ഹെൻസ് ഒഴിവാക്കി കളയുക, ബാക്കി ഭാഗം ചേർത്തെഴുതുക. ഓക്കെ. എങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം? എ സ്റ്റോം, ഹാഡിന് പകരം എന്ത് ചേർത്ത് കൊടുക്കുക? ഹാവിങ്. എ സ്റ്റോം ഹാവിങ് ബ്രോക്കൺ ഔട്ട്. സോ വേണോ? വേണ്ട. എന്ത് ചെയ്യുന്നു? ബാക്കി ഭാഗം ദേ റാൻ ഫോർ ഷെൽട്ടർ. എങ്ങനെ കിട്ടുന്നു? എ സ്റ്റോം ഹാവിങ് ബ്രോക്കൺ ഔട്ട് ദേ റാൻ ഫോർ ഷെൽട്ടർ. ഇവിടെ സബ്ജക്റ്റ് ഒഴിവാക്കണ്ട. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ രണ്ടു ചോദ്യങ്ങൾ ചെയ്തു നോക്കിയേ. ടോം ഹാഡ് പാസ്ഡ് ദ എക്സാം സോ വി ഗേവ് ഹിം എ നൈസ് പാർട്ടി. നമുക്ക് ടോം ആണ് ഒന്നാമത്തെ സെന്റൻസിലെ സബ്ജക്റ്റ്, രണ്ടാമത്തെ സെന്റൻസിലെ സബ്ജക്റ്റ് വി ആണ്. ഇവിടെ നമുക്ക് ഹാവിങ് വെച്ചാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ടോം അതുപോലെ എഴുതി. ടോം ഹാഡിനെ മാറ്റിയിട്ട് എന്തായി കൊടുക്കാം? ഹാവിങ് ആക്കുക. അപ്പൊ ടോം ഹാവിങ് പാസ്ഡ് ദ എക്സാം. സോ വേണോ? രണ്ടാമത്തെ സെന്റൻസിലെ തുടക്കത്തില് സോ ഹെൻസ് ദെൻ വന്നാൽ ഒഴിവാക്കുക. അപ്പൊ നമ്മൾ സോ ഒഴിവാക്കി ബാക്കി ഭാഗം ചേർത്ത് എഴുതുക. എന്ത് ചെയ്യുന്നു? വി ഗേവ് ഹിം എ നൈസ് പാർട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടുന്നു? ടോം ഹാവിങ് പാസ്ഡ് ദ എക്സാം കോമ വി ഗേവ് ഹിം എ നൈസ് പാർട്ടി. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം, ദ ഡോഗ് ഹാസ് ബാർക്ക്ഡ് then we woke up from sleep. കണ്ടല്ലോ? ദ ഡോഗ് ആണ് ഒന്നാമത്തെ സെന്റൻസിലെ സബ്ജക്റ്റ്, വി ആണ് രണ്ടാമത്തെ സെന്റൻസിലെ സബ്ജക്റ്റ്. ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മള് സബ്ജക്റ്റ് ഒഴിവാക്കാൻ പാടില്ല. എന്ത് ചെയ്യുന്നു? ഹാസ് ഹാവ് ഹാഡിനെ മാറ്റിയിട്ട് ഹാവിങ് ആക്കുക. രണ്ടാമത്തെ സെന്റൻസിന്റെ തുടക്കത്തില് സോ ഹെൻസ് ദെൻ വന്നാൽ ഒഴിവാക്കി ബാക്കി ഭാഗം ചേർത്ത് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? ദ ഡോഗ് ഹാവിങ് ബാർക്ക്ഡ് വി woke up from sleep എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. then ഒഴിവാക്കി. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു? the dog having barked we woke up from sleep. കേട്ടല്ലോ? വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞു? having എങ്ങനെ ചേർക്കാം? സബ്ജക്റ്റുകൾ ഈക്വൽ ആണെങ്കിൽ എങ്ങനെ having ചേർക്കാം? എഴുതിയെടുത്ത് പഠിക്കുക.
എങ്ങനെ ചേർക്കാം? തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റ് ഒഴിവാക്കിയിട്ട് എന്തിൽ തുടങ്ങാം? ഹാസ്, ഹാവ്, ഹാഡിനെ മാറ്റിയിട്ട് ഹാവിങ്ങില് തുടങ്ങുക. ഓക്കെ. ഇനി രണ്ടാമത്തെ സെന്റൻസിന്റെ തുടക്കത്തിൽ എന്തുണ്ടാന്ന് നോക്കാം. സോ, ഹെൻസ്, ദെൻ മുതലായ വാക്കുണ്ടെങ്കിൽ ഒഴിവാക്കി കളയുക, ബാക്കി ഭാഗം ചേർത്ത് എഴുതുക. ഇനി സബ്ജക്റ്റുകൾ വ്യത്യസ്തമാണെങ്കിലോ രണ്ട് സെന്റൻസിലെ സബ്ജക്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല. ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റ് അതുപോലെ എടുത്ത് എഴുതി ഹാസ്, ഹാവ്, ഹാഡിനെ മാറ്റിയിട്ട് ഹാവിങ് ആക്കി ബാക്കി ഭാഗം ചേർത്ത് എഴുതുക. രണ്ടാമത്തെ സെന്റൻസിലെ സോ, ഹെൻസ്, ദെൻ മുതലായ വാക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ആ സെന്റൻസ് അതുപോലെ അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. ഒഴിവാക്കി ബാക്കി ഭാഗം എഴുതുക. നമ്മള് ചിലപ്പോൾ നിങ്ങൾക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യം വരും. ഹാവിങ് കഴിഞ്ഞിട്ട് ഡാഷ് തന്നിട്ടുണ്ടാന്ന് നോക്കുക. കുട്ടികളെ ഹാവിങ് കഴിഞ്ഞാൽ എപ്പോഴും വെർബ് V3 വരും. ഹാവിങ് കഴിഞ്ഞാൽ വെർബ് എപ്പോഴും എന്തായിരിക്കണം? V3 ആയിരിക്കണം. ഓർമ്മയിലിരിക്കുക, ഹാവിങ് പ്ലസ് V3. അപ്പൊ ഹാവിങ് കഴിഞ്ഞിട്ട് ഡാഷ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതുക? ഓപ്ഷനിൽ നിന്ന് V3 എഴുതുക. ഓക്കെ ആണല്ലോ. ഇനി ഹാവിങ് വരുന്ന സെന്റൻസിൽ സോ, ഹെൻസ്, ദെൻ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റൊക്കെ കണ്ടെത്താൻ വേണ്ടി ചോദിക്കും. അതുണ്ടെങ്കിൽ തെറ്റാണ്, ആ വാക്കുകള് വേണ്ട. ഹാവിങ് വരുന്ന സെന്റൻസിൽ സോ, ദെൻ, ഹെൻസ് ചേർക്കരുത്. മറക്കൂലല്ലോ, ഹാവിങ് മറക്കരുത്. എന്ത് ചെയ്യുന്നുണ്ടോ? വളരെ എളുപ്പം കിട്ടുന്ന ഒരു ചോദ്യമാണ് ഹാവിങ്ങിന്റെ യൂസേജ്. ഓക്കെ.